പോകുന്നത് എന്തിന്? ശരി, ശ്രീ ജയസൂര്യൻ, ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് നറേറ്റീവിൽ ആദ്യത്തെ ലാപ്പിൽ ഈ വിഷയങ്ങളിൽ കറങ്ങി തിരിയുകയാണ് കേരള രാഷ്ട്രീയം. നമ്മൾ ഭരണത്തെക്കുറിച്ചോ പെൻഷനെ കുറിച്ചോ വേറെ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും ഈ സമയത്ത് കേൾക്കുന്നില്ല. ഒരു പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളും ചർച്ചയാകുമായിരിക്കും. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന പോയിന്റിലോ വെള്ളാപ്പള്ളി നടേശൻ എന്ന മറ്റൊരു പോയിന്റിലോ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. അപ്പോൾ ഇത് ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് മെച്ചം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് കേരളത്തിന് സർവനാശത്തിലേക്കുള്ള വഴിയാണ്. നോക്കൂ, കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തിലധികമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്നതേയില്ല. എനിക്ക് തോന്നുന്നു ശ്രീ EMSന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അത് ഇറാന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിലൊക്കെ ആരംഭിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർഷകനില്ല, തൊഴിലാളിയില്ല, വിദ്യാർത്ഥിയില്ല, വീട്ടമ്മയില്ല, വിലക്കയറ്റമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതവും സമുദായവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലേക്ക് ഈ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ LDFന്റെയും UDFന്റെയും ഒരു വളരെ മികച്ച തന്ത്രമാണ്. കാരണം കേരളീയ ജനത ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നവരാണ്, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും പോയി താമസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ വിഷയം ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ വിദഗ്ധരാണ് LDFും UDFും. അവർ ആ സമയമാകുമ്പോഴത്തേക്കും വർഗീയമായ, ജാതീയമായിട്ടുള്ള, അതുപോലെ തന്നെ വംശീയമായിട്ടുള്ള, സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾ രംഗത്ത് കൊണ്ടുവരികയും അത്തരം കാര്യങ്ങളെ ചർച്ചയിൽ കത്തിജ്വലിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അങ്ങ് പോകും. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന ലാഭം കൊയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്തുകൊണ്ട് ശ്രീ അഭിലാഷ് ചോദിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് വന്യജീവി ശല്യമുണ്ട്, അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. ഇവിടെ വിലക്കയറ്റമുണ്ട്, അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. ഇവിടെ അഴിമതിയുണ്ട്, അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. അയ്യപ്പനെ മോഷ്ടിച്ചു കൊണ്ടുപോയ കാര്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് ഇപ്പോൾ വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, ഇതിൽ നിന്നെല്ലാം വഴിമാറ്റി ജാതിയുടെയും മതത്തിൻ്റെയും സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾ കത്തിച്ചു നിർത്തിയാൽ ഞങ്ങൾക്ക് ആവശ്യമായ വോട്ട് ശേഖരിച്ചെടുക്കാൻ കഴിയും. അതിനുള്ള ഒരു അകമ്പടി, അതിനുള്ള ചേരുവകൾ ചേർത്ത് ഇവർ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കുകയാണ്. ഇത് കേരളത്തിന് ആത്യന്തികമായി വലിയ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് BJP പറയുന്നത് വികസിത കേരളം എന്ന് പറയുന്ന അജണ്ട നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നതിന്റെയും കാരണം അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് കേരളത്തില് ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം എന്താ? ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും വലിയ ചർച്ചയൊന്നും ചെയ്തിരുന്നില്ല. ആ സമയത്താണ് പിന്നെ PDP വരുന്നു, SDPI വരുന്നു, INL വരുന്നു, വെൽഫെയർ പാർട്ടി വരുന്നു, PFI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, എന്തെല്ലാമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകൾ. ഈ മുസ്ലിം സംഘടനകളോട് മത്സരിക്കാൻ മുസ്ലിം ലീഗിന് അവരുടെ നിലപാടുകളിൽ കടുപ്പം ചേർക്കേണ്ടി വന്നു. ഷാജിയുടെ മതമാണ് 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 പോലെയുള്ള പ്രസംഗങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ ഇവരൊക്കെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവരോടൊക്കെ മത്സരിക്കുകയാണ്, PDPയോട് മത്സരിക്കുകയാണ്, SDPIയോട് മത്സരിക്കുകയാണ്. അങ്ങനെ തീവ്രവാദം രണ്ട് വശത്ത് വാളിക്കത്തിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് രണ്ടു മുന്നണികളും ശരിക്കും പറഞ്ഞാൽ എരിവ് കയറ്റി പിരികേറ്റി കത്തിച്ചു വിടുകയാണ് ഈ വർഗീയത. ആ വർഗീയത സഹിക്കാൻ വയ്യാതാകുമ്പോഴുള്ള പ്രതികരണങ്ങളാണ് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ കയറി വർഗീയം എന്ന് വിളിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ അഭിലാഷ് ചോദിച്ചതുപോലെ യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, വികസനം ചർച്ച ചെയ്യാൻ, കേരള ജനത എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, നമ്മുടെ മക്കൾ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, നമുക്ക് തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമാകുന്നതിനെ കുറിച്ച് കടം കയറി മൂടി വ്യക്തി മുതൽ സർക്കാർ വരെ തകരുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാത്തത് എന്ത്? സാമുദായിക ധ്രുവീകരണ വിഷയങ്ങളിലാണോ കേരളത്തിൽ രാഷ്ട്രീയം മുന്നോട്ട് പോവേണ്ടത്?